The nurse is caring for an elderly client who has type 2 diabetes mellitus and has just been diagnosed with diabetic retinopathy. Which statement by the client requires the most immediate action by the nurse? Half of my vision looks like it's being blocked by a curtain. I have to see reading glasses to see small print. My vision seems cloudy and I notice a lot of glare. The colors don't seem as bright as they used to. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്കാണ്. ലൈക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരു സൈഡിൽ നിന്ന്, എൻഡോക്രൈൻ സിസ്റ്റം, പിന്നെ വരുന്നത് കാറ്ററാക്ട്, എന്താ പറയണ്ടേ, റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഈ ടോപ്പിക്കുകളുടെ എല്ലാം കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും കാര്യം ഒന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ഒരു ക്രോണിക് കോംപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇല്ല, നമ്മളവിടെ ഡയബറ്റിക് റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ന്യൂറോപ്പതി എന്ന് പറഞ്ഞ് പഠിച്ചാണ്. കണ്ണിന് പ്രശ്നം ഉണ്ടാക്കും. സ്ഥിരമായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിയ ഉള്ള പേഷ്യൻസിന് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗ്ലൂക്കോസൊക്കെ കണ്ണിലോട്ടുള്ള ബ്ലഡ് വെസൽസിൽ, ഓക്കെ, മൈക്രോ ബ്ലഡ് വെസൽസിലൊക്കെ അടിഞ്ഞുകൂടും. ഓക്കെ, സോ പ്രത്യേകിച്ച് റെറ്റിനൽ ഏരിയയിലോട്ടൊക്കെയുള്ള അല്ലെങ്കിൽ കണ്ണിലോട്ടുള്ള ബ്ലഡ് വെസൽസിന് ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെ ഐയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ അതിനകത്തിൽ വരുന്നതാണ് എന്നുവെച്ചാൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ വരുന്ന അസുഖങ്ങളാണ് കാറ്ററാക്ട്, പിന്നെ വേറെ ഇത് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, വിഷ്വൽ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, സോ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാറ്ററാക്റ്റ് ആണെങ്കിൽ തന്നെ കാറ്ററാക്റ്റ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. എന്താ പറയണ്ടേ, വളരെ പ്രോഗ്രസീവായിട്ട് വരുന്നതാണ്. തീർച്ചയായിട്ടും അത് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് തന്നെയാണ്, പക്ഷേ അതൊരു എമർജൻസി അല്ല. പക്ഷേ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എപ്പോഴും ഒരു എമർജൻസിയാണ്. എത്രയും പെട്ടെന്ന് സർജറി നടത്തില്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി പോകും. അപ്പോൾ അത് എമർജൻസി ആണല്ലോ, ചിന്തിക്കാമല്ലോ. ബാക്കി എൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു, അതിൻ്റെ ആ ടോപ്പിക്ക് തന്നെ എടുത്ത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. എന്താണ് ഫ്ലാഷസ് ഓഫ് ലൈറ്റ്, ഫ്ലോട്ടേഴ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട്സ്, കർട്ടൻ ബീങ് ഡ്രോൺ ഓവർ ദി ഐ, ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ആണ് അല്ലേ. വിഷ്വൽ ലോസും ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞ പോലെ അത് പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല അല്ലെങ്കിൽ മെയിനായിട്ട് സർജറിയാണ്, സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു, തിരിച്ചൊട്ടിക്കണത് അല്ലേ. ഇളകി വന്ന എന്താണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. റെറ്റിന അതിൻ്റെ എപ്പിത്തീലിയൽ ടിഷ്യൂന്ന് ഇളകി വരുന്നതാണ്, ഡിറ്റാച്ച്ഡ് ആവുന്നതാണ്. ഓക്കെ, അതിനെ തിരിച്ച് ഒട്ടിച്ചില്ലെങ്കിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. സോ അതാണ് അവിടെ മെയിനായിട്ട് വരുന്ന കാര്യം. ഓക്കെ, സോ ഒന്ന് നോക്കി, ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇനി നോക്കി. ഹാഫ് ഓഫ് മൈ വിഷൻ ലുക്സ് ലൈക്ക് ഇറ്റ്സ് ബീങ് ബ്ലോക്ക്ഡ് ബൈ എ കർട്ടൻ. എൻ്റെ പകുതിയോളം കാഴ്ച മറച്ചുകൊണ്ടൊരു കർട്ടൻ ഇരിക്കുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് തോന്നുന്നു. അത് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ സിംറ്റം അല്ലേ. ഇപ്പോൾ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് അല്ലേ പ്രാധാന്യം വരേണ്ടത്. ഇവിടെ എന്തോ ഒരു ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ദി ക്ലയൻറ്റ് റിക്വയർസ് ദി മോസ്റ്റ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ബൈ ദി നേഴ്സ് അല്ലേ. എന്ന് വെച്ചാൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഏത് സ്റ്റേറ്റ്മെൻറ്റിനാണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ടതെന്ന് വെച്ചാൽ എത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ അതായിരിക്കും വരേണ്ടത്. അവിടെ നിൽക്കൂ, അടുത്തതുകൊണ്ട് നോക്കൂ. ഐ ഹാവ് ടു യൂസ് റീഡിങ് ഗ്ലാസസ് ടു സീ എ സ്മോൾ പ്രിൻറ്റ്. മനസ്സിലാകുന്നു, വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത് ഹൈപ്പറോപ്പിയെ കുറിച്ചാണ്. അത് മിക്കവാറും പ്രിസ്ബയോപ്പിയ ആയിരിക്കും. ഓക്കെ, പ്രിസ്ബയോപ്പിയ ആയിരിക്കാം. എൽഡർലി പേഷ്യൻ്റ്, അത് തന്നെ എൽഡർലി പേഷ്യൻ്റ് ആണ്, പ്രിസ്ബയോപ്പിയ ആയിരിക്കാം. പ്രിസ്ബയോപ്പിയ എന്ന് പറഞ്ഞാൽ ഹൈപ്പറോപ്പിയ ആണ്. അടുത്തുള്ള വസ്തുക്കൾ കാണാൻ സാധിക്കത്തില്ല, ഇവർക്ക് വായിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പ്രിസ്ബയോപ്പിയ ഉള്ള പേഷ്യൻറ്റിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റീവ് ഗ്ലാസസ് കൊടുക്കും. മനസ്സിലായോ? സോ അത് ഒരു എമർജൻസി അല്ല. പ്രിസ്ബയോപ്പിയ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല പ്രിസ്ബയോപ്പിയ. ഓക്കെ, മനസ്സിലായി. അത് കറക്റ്റീവ് ഗ്ലാസസ് ആണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. സോ അതുകൊണ്ട് അത് എന്താ പറയണ്ടേ, മോസ്റ്റ് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട അവിടെ. മൈ വിഷൻ സീംസ് ക്ലൗഡി ആൻഡ് ഐ നോട്ടീസ് എ ലോട്ട് ഓഫ് ഗ്ലെയർ, ലൈറ്റ് ഗ്ലെയേഴ്സ് ഫീൽ ചെയ്യുന്നു. പിന്നെ ക്ലൗഡിങ് ഫീൽ ചെയ്യുന്നു. ഓക്കെ, മനസ്സിലാവും. ക്ലൗഡിങ്, ബ്ലഡ് വിഷൻ, ഇതൊക്കെ പ്രധാനമായിട്ട് കാറ്ററാക്റ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇവിടെ ഏജ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈവൻ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ഭാഗമായിട്ട് ഉണ്ടായെന്ന് തന്നെ വിചാരിക്കാം. കാറ്ററാക്റ്റ് ആണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്ന കാറ്ററാക്റ്റ്. വിഷൻ ക്ലൗഡി ആവുന്നു, ഓക്കെ, അല്ലെങ്കിൽ ബ്ലറിങ് ഉണ്ടാവുന്നു. സോ ഇത് കാറ്ററാക്റ്റിൻ്റെ സൂചനയാണ് പ്രധാനമായിട്ട്. അപ്പോൾ കാറ്ററാക്റ്റ് ഉണ്ട്, പക്ഷേ കാറ്ററാക്റ്റും ഒരു എമർജൻസി അല്ല, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത്. ദ കളേഴ്സ് ഡോണ്ട് സീം ആസ് ബ്രൈറ്റ് ആസ് ദേ യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഫുൾ വൈബ്രൻസിയിൽ എനിക്ക് കിട്ടുന്നില്ല കളർ. മനസ്സിലാകുന്നല്ലോ, മറ്റേ കറക്റ്റ് അതിൻ്റെ ആക്ച്വൽ കളർ അത് കൃത്യമായിട്ട് എനിക്ക് വ്യക്തമായിട്ട് എന്താ പറയുക കാണാൻ സാധിക്കുന്നില്ല. എന്നുവെച്ചാൽ കളർ വൈബ്രൻസി കുറയുക. ഇത് എവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നറിയാമോ? റെറ്റിനോപ്പതിയിൽ അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ഒരു ഫീച്ചറാണ് സത്യം പറഞ്ഞാൽ.
ഉള്ളതാണ് അങ്ങനെ. പക്ഷേ അതും എന്താ പറയണ്ടേ, എമർജൻസി അല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഏതിവിടെ മോസ്റ്റ് കൺസേൺ ആവുന്ന അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട അത് ഏതാണ്, നമ്മുടെ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ആണ്. അതിനെ പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തെളിവ് കിട്ടുന്നത് ആദ്യത്തെ ഓപ്ഷനാണ്. ഹാഫ് ഓഫ് മൈ വിഷൻ ലുക്സ് ലൈക്ക് ഇറ്റ്സ് ബീയിങ് ബ്ലോക്ക്ഡ് ബൈ എ കർട്ടൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ Nclex-RN വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ Nclex-RNൻ്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കേജിൽ തിയറി ക്ലാസ് 60 hours വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും വരുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതായിരിക്കും. തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും സിലബസ് അനുസരിച്ചിട്ട് സിസ്റ്റം വൈസ് ആണ് ചെയ്തു പോകുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡെമോ ക്ലാസ്സസ് നമ്മുടെ Nursingflix ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. മറ്റൊരു എടുത്തു പറയേണ്ട പോയിന്റ്, സമയം നിങ്ങൾക്ക് എന്താ പറയണ്ടേ ഒരു പ്രശ്നമാകില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇത് Nclex-RNൻ്റെ കാര്യം. പിന്നെ സൗദി പ്രോമെട്രിക്ക്, കുവൈറ്റ് പ്രോമെട്രിക്ക് പോലുള്ള പ്രോമെട്രിക് എക്സാംസിനും DHA, ഹാദ്, MOH, NHRA, പിയേഴ്സൺ വ്യൂ പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 5 days മിനി ക്രാഷും 60 hours മെയിൻ ക്രാഷ് കോഴ്സും അവൈലബിൾ ആണ്. ഗവൺമെൻറ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസും അവൈലബിൾ ആണ്. ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി.